ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പല തയ്യൽക്കാർക്കും ഉള്ള ഒരു പ്രശ്നം അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാം അവർ നന്നായിട്ട് തയ്ക്കുന്നവരാണ്. പക്ഷെ എന്നാൽ ആ തയ്ക്കുന്ന കാര്യങ്ങൾക്കൊന്നും അവരാഗ്രഹിക്കുന്ന പോലെയുള്ള ഫിനിഷിങ് ലഭിക്കുന്നില്ല. അപ്പോൾ ഫിനിഷിങ് ലഭിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാം തയ്ക്കുന്നുണ്ട്, പക്ഷെ തയ്ക്കുമ്പോൾ ഒരു നല്ല ഫിനിഷിങ്ങിൽ വരുന്നില്ല. പലരും തയ്ക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്, എന്നാൽ ഞാൻ തയ്ക്കുമ്പോൾ അങ്ങനെ ആ ഫിനിഷിങ് വരുന്നില്ല എന്നൊക്കെ ചിലരൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ് വരാതിരിക്കുന്നതിൻ്റെ 3 കാരണമാണ് ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷിങ്ങിൽ വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഫിനിഷിങ് വരാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ നമ്മളൊരു ബ്ലൗസ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മളിങ്ങനെ ഒരു വര വരയ്ക്കും. അതിന് ശേഷം നമ്മളിങ്ങനെ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ഇറക്കം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. എന്നിട്ട് ആ ഇറക്കം അതിൻ്റെ ആ ലൈൻ നമ്മൾ വരയ്ക്കണത് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ടായിരിക്കും. ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ലൈൻ വരയ്ക്കണം. അതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം. അതിനുശേഷം കഴുത്ത് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ കഴുത്ത് നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെ ഈ ടേപ്പ് വെച്ചിട്ടായിരിക്കും. അതുപോലെ നമ്മൾ കൈക്കുഴി ആംഹോൾ അത് നമ്മളിങ്ങനെ ടേപ്പ് വെച്ചിട്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ആംഹോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ആ ലൈൻ നമ്മൾ ചിലപ്പോൾ ടേപ്പ് വെച്ച് വരയ്ക്കുകയും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ കൈകൊണ്ട് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുകയും ചെയ്യും. കൈകൊണ്ട് ഇങ്ങനെ ഷേപ്പ് കൊടുക്കും. അപ്പോൾ വണ്ണം മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് നമ്മളിങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും. അതുപോലെ കഴുത്ത് ടേപ്പിന് മാർക്ക് ചെയ്യും, പക്ഷെ വരയ്ക്കാനായിട്ട് നമ്മൾ കൈയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ടേപ്പ് കൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് വരയ്ക്കും. എന്നിട്ട് അതിന് ഷേപ്പൊക്കെ കൊടുക്കണത് നമ്മളിങ്ങനെ കൈ കൊണ്ടാണ് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ അത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ ടൂൾസ് ഉപയോഗിക്കണം. ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയില്, ആംഹോൾ കർവ് എന്നിവ നമ്മൾ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബ്ലൗസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ സ്കെയിലിൽ നമ്മളിങ്ങനെ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മാർക്കൊക്കെ നമ്മൾ സ്കെയിലിന് തന്നെ വരയ്ക്കണം. അതുപോലെ നമ്മൾ എല്ലാ ലൈനുകളും നമ്മളിപ്പോൾ കഴുത്താണെങ്കിലും ആം ഹോളാണെങ്കിലും എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആം ഹോളാണെങ്കിലും നെക്കാണെങ്കിലും നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ബോക്സായിട്ട് നമ്മളിങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ടൂൾസ് ഉപയോഗിച്ച് തന്നെ അതിന് ഷേപ്പ് കൊടുക്കണം. കഴുത്തിനാണെങ്കിലും ആം ഹോളിനാണെങ്കിലും നമ്മൾ ഈ ടൂൾസ് ഉപയോഗിച്ച് തന്നെ ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ ഷേപ്പ് കൊടുത്തിട്ട് ആ ഷേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്താൽ മാത്രമേ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് തച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഉണ്ടോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടൂൾസ് ഉപയോഗിക്കാതെ ചുമ്മാ ടേപ്പ് വെച്ച് അല്ലെങ്കിൽ കൈകൊണ്ട് ചുമ്മാ അങ്ങ് മാർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഫിനിഷിങ് കിട്ടാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം. ഇത് കണ്ടോ, അപ്പോൾ അത് ഞാൻ രണ്ടും കാണിച്ചു തരാം. കണ്ടോ,
ഈ ടേപ്പ് സ്കെയിൽ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതും ചുമ്മാ കൈകൊണ്ട് മാർക്ക് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് മാർക്ക് ചെയ്ത് നമ്മളൊരിക്കലും അല്ലെങ്കിൽ കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് നമ്മളൊരിക്കലും കട്ട് ചെയ്യരുത്. നമ്മൾ സ്കെയിലും അതുപോലെ തന്നെ ആ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്യുകയും എന്നിട്ട് കറക്റ്റ് ആ മാർക്കിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ഫിനിഷിംഗ് ആകത്തുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാരണം. അപ്പോൾ കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാത്തതാണ് ഫിനിഷിങ് ലഭിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞത്, നമ്മൾ ഈ കട്ട് ചെയ്യാനായിട്ട് തുണി ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? തുണിക്ക് ചുളുക്കം ഉണ്ടെങ്കിൽ നമ്മളത് തേച്ചിട്ട് വേണം ഇടാൻ. നന്നായിട്ട് തേച്ച് നിവർത്തിയതിന് ശേഷം വേണം നമ്മൾ തുണി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് ഇടാനായിട്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഇനി ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു തുണിയിൽ ഞാനത് അടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിങ്ങനെ 2 കഷ്ണം ജോയിൻറ്റ് ചെയ്യാമെന്ന് കൂട്ടിക്കും. നമ്മൾ 2 പീസ് ഇങ്ങനെ വെച്ച് ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മളിങ്ങനെ തയ്ക്കുന്നു. ഇങ്ങനെയാണ് തയ്ക്കുന്നത്. ഇങ്ങനെ തയ്ക്കുമ്പോൾ നിങ്ങളിത് കണ്ടോ, ഇതിൻ്റെ ഈ എഡ്ജിലേക്ക് നോക്കാം. ഈ എഡ്ജ് എങ്ങനെയാണ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ? ഈ എഡ്ജ് നേരെയല്ല നിൽക്കുന്നത്, ഇങ്ങനെ വളഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വളഞ്ഞ് നിൽക്കണമെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ തുണി സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മൾ ആ തുണിയിൽ കൈ കൊണ്ട് വലിച്ചു പിടിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മറ്റൊരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ആ സൈഡ് ഞാനിങ്ങനെ നമ്മളിങ്ങനെ സൂചി കുത്തി വയ്ക്കുക. സൂചി ഇങ്ങനെ ആ തുണിയിൽ 2 തുണിയിൽ നമ്മൾ ജോയിൻ്റ് ചെയ്യാനുള്ള 2 തുണിയിൽ ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം അടിയിലത്തെ പീസ് ഇങ്ങനെ കൈകൊണ്ട് വലിക്കണം. അതിന് ശേഷം മുകളിലത്തെ പീസും നമ്മളിങ്ങനെ കൈകൊണ്ട് ഒപ്പം വലിച്ചു വയ്ക്കണം. ആദ്യം നമ്മൾ സൂചി ഇങ്ങനെ കുത്തി നിർത്തുന്നു, അതിന് ശേഷം അടിയിലത്തെ പീസ് വലിക്കുന്നു, അതിന് ശേഷം മുകളിലത്തെ പീസ് വലിക്കുന്നു. അങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ബാക്കിലെ പീസേലും നമ്മൾ കൈ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കും. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ എഡ്ജ് നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ എഡ്ജ് കറക്റ്റായിട്ട് നിൽക്കണതാണോ? അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പീസ് കൈകൊണ്ട് വലിച്ച് തയ്ച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനിവിടെ ഈ ടേബിളിലിടാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടാൽ മതി. ഇതാണ് നമ്മൾ വലിച്ചു പിടിച്ച് തച്ച ഭാഗം. അതിൻ്റെ ഫിനിഷിങ് കണ്ടോ? ഇതാണ് നമ്മൾ വലിക്കാതെ ചുമ്മാ തച്ച ഭാഗം. കണ്ടോ? അത് കിടക്കുന്ന കേട്ടോ. ഇത് നമ്മൾ വലിക്കാതെ തച്ചതും ഇത് നമ്മൾ വലിച്ച് തച്ചതുമാണ്. അപ്പോൾ വലിച്ച് തച്ചതും വലിക്കാതെ തച്ചതും നമ്മൾ കണ്ടോ, ഇതിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എഡ്ജ് കണ്ടോ കറക്റ്റ് കത്തിയുടെ വായ്ത്തല പോലെ നിൽക്കും. അതേസമയം നമ്മൾ ഇത് പിടിച്ച് നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ വളഞ്ഞ് നിൽക്കണമുണ്ടോ. അപ്പോൾ ഇതാണ് ഫിനിഷിങ് കുറവ് വരാനുള്ള ഒരു കാരണം. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് അല്ലെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള ക്രോസ് പീസ് അല്ല എങ്കിൽ നമ്മൾ 2 പീസുകൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ വലിച്ചു പിടിച്ച് വേണം ജോയിൻ്റ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ചുളുക്കം ഉണ്ടാവും, ആ ഫിനിഷിങ് ഉണ്ടാവില്ല. അങ്ങനെ വലിച്ചു പിടിച്ചടിക്കുമ്പോൾ നമുക്ക് ചുളുക്കം ഉണ്ടാകത്തില്ല, നല്ല ഫിനിഷിങ് കിട്ടും. കണ്ടോ? ഇതാണ് അതിൻ്റെ വ്യത്യാസം. വലിച്ചു പിടിക്കാത്തതും വലിച്ചു പിടിച്ചതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇതാണ് 2ാമത്തെ കാരണം. ഇനി 3ാമത്തെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ തയ്ക്കുമ്പോൾ കണ്ടത് ഇതിനകത്തിപ്പോൾ തയ്യൽ ഇങ്ങനെ ലെവലല്ലാതെ കിടക്കുന്നത്. തയ്യൽ തുമ്പ് ലെവലല്ല. അത് ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. പലപ്പോഴും നമ്മൾ തയ്ക്കുന്നത് ഇങ്ങനെ തയ്ക്കുമ്പോൾ തന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഈ സ്റ്റിച്ച് നമുക്ക് ലെവലല്ല, പല രീതിയിലാണ് സ്റ്റിച്ച് പോയിരുന്നത്. അപ്പോൾ ഫിനിഷിങ് കിട്ടാത്തതിൻ്റെ ഒരു കാരണം സ്റ്റിച്ച് ലെവലല്ല എന്നുള്ളതാണ്. എന്നാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലായിടത്തെയും തയ്യൽ തുമ്പ് ഒരുപോലെ ഇരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ വീതിയായിരിക്കാൻ, 1/2 ഇഞ്ചാണെങ്കിലും 1/4 ഇഞ്ചാണെങ്കിലും 1 പോയിൻ്റ് ആണെങ്കിലും
നമ്മൾ തയ്ക്കുന്ന ആ ജോയിൻ്റ് ചെയ്യുന്ന തുമ്പുകളെല്ലാം ഒരേ വീതിയിലായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് ഫിനിഷിങ് കുറയാനുള്ള ഒരു കാരണം. ഇതാണ് നമ്മൾ സ്റ്റിച്ച് നേരെയല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിച്ച് നേരെയാണെങ്കിൽ ഒരേ വീതിക്കാണെങ്കിൽ അത് നല്ല ഫിനിഷിങ് ആയിരിക്കും. മാത്രമല്ല അത് ചുളിവില്ലാതെ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. ഇത് വളഞ്ഞു പോകുന്നത് കൊണ്ട് അതിന് ചുളിവുണ്ടാവും. അത് തന്നെയല്ല അതിങ്ങനെ ഈ ബൾജ് ചെയ്ത് നിൽക്കും. കണ്ടോ, ഇതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണുണ്ടോ? അപ്പോൾ അതിന് ഫിനിഷിങ് ഉണ്ടാകത്തില്ല. അതാണ് മറ്റൊരു കാരണം. ഇനി മറ്റൊരു കാരണമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ തയ്ക്കുന്ന ഭാഗങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ ഭാഗം തയ്ക്കുമ്പോഴും ആ ഭാഗം കഴിയുന്നതും അയൺ തേപ്പുപെട്ടി കൊണ്ട് തേച്ചതിന് ശേഷം അടുത്ത ഭാഗം തയ്ക്കുക. അപ്പോൾ അങ്ങനെ തേപ്പുപെട്ടി കൊണ്ട് തേച്ചിട്ട് ഓരോ ഭാഗങ്ങളും നമ്മൾ തയ്ക്കുമ്പോൾ അത് തേച്ചാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. അതാണ് മറ്റൊരു കാര്യം. ഇത് നമ്മൾ ഈ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് കറക്റ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്ത് ആ ലൈനിലൂടെ കറക്റ്റ് ഷേപ്പിലൂടെ കട്ട് ചെയ്തെടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുമ്മാ ഇങ്ങനെ പ്രസറിൻ്റെ അടിയിലേക്ക് പീസ് വെച്ചിട്ട് അങ്ങ് ചവിട്ടി വിടരുത്. അത് നമ്മൾ പ്രസറിൻ്റെ അടിയിൽ ഈ തുണി വെച്ചതിന് ശേഷം സൂചി ഇവിടെ കുത്തി നിർത്തിയിട്ട് അതിൻ്റെ 2 പീസും ഒപ്പം വലിച്ചു വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്കിലും നമ്മളിങ്ങനെ ഒന്ന് കൈ കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തന്നു, അതുപോലെ കൈ കൊടുക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരേ വീതിക്ക് തയ്യൽ തുമ്പ് പിടിക്കുക എന്നുള്ളതാണ്. ഒരേ വീതിക്ക് വലിച്ചു പിടിക്കുക, അതോടൊപ്പം ഒരേ വീതിക്ക് തയ്യൽ തുമ്പ് പിടിക്കുക. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. മറ്റൊരു കാര്യം, ഈ തയ്ക്കുന്ന ഭാഗങ്ങളെല്ലാം ആദ്യം തന്നെ തേച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3 പ്രധാന കാരണങ്ങളാലാണ് ഈ ചുളുങ്ങുന്നത്. അപ്പോൾ ആ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പങ്കുവയ്ക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.